ഹായ് മക്കളെ, എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. ജീവിതം ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണോ നിങ്ങൾ? നിങ്ങൾ ഒരുപാട് ശ്രമിച്ചു നോക്കി, ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തു, ഒരുപാട് പ്രാർത്ഥിച്ചു, പക്ഷെ ഇപ്പോഴും സാഹചര്യങ്ങൾ പഴയതുപോലെ തന്നെ ഒരു മാറ്റവും വരാത്ത അവസ്ഥയിലാണോ? പലപ്പോഴും നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിച്ചിട്ടുണ്ട്, എന്റെ ജീവിതം മാത്രം എന്താ ഇങ്ങനെ, എനിക്ക് മാത്രം എന്താ ഒരു മാറ്റം വരാത്തെ? വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു കാര്യം ടീച്ചറമ്മ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോവാണ് കേട്ടോ. ഒരൊറ്റ ചിന്ത മില്യൺ കണക്കിന് ആളുകളുടെ ജീവിതം മാറ്റിയ ആ ഒരൊറ്റ ചിന്ത എന്താണ് എന്നുള്ളതാണ്. ഈ ചിന്ത നിങ്ങൾ ശരിക്കും മനസ്സിലാക്കിയാൽ നിങ്ങളുടെ ജീവിതം ഒരിക്കലും പഴയതുപോലെ ആകില്ല. നിങ്ങൾ നിങ്ങൾക്ക് ചുറ്റും ഒന്ന് ശ്രദ്ധിച്ചേ മക്കളെ. മിക്ക ആളുകളും അവരുടെ ചുമലിൽ വലിയ സങ്കടത്തിന്റെ, വലിയ കഷ്ടപ്പാടിന്റെ ഭാരവും പേറി ജീവിക്കുകയാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോ മുതൽ അവർക്ക് സങ്കടമാണ്. രാത്രി ഉറങ്ങാൻ കിടക്കുന്നത് അവര് സ്ട്രെസ്സിലാണ്. പലരും പറയുന്നത് കേട്ടിട്ടില്ലേ, ജീവിതം ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്, എന്റെ ജീവിതം ഒരിക്കലും മാറാൻ പോകുന്നില്ല, ഇതൊക്കെ അനുഭവിക്കുക എന്നുള്ളത് എന്റെ വിധിയാണ് എന്നൊക്കെ പലരും പറയുന്നത് നമ്മൾ കേൾക്കാറുണ്ട്. ശരിക്കും സാഹചര്യങ്ങൾ കാരണമല്ല അവരുടെ ലൈഫ് മാറാത്തത്. ആ സാഹചര്യങ്ങളെ പറ്റിയുള്ള അവരുടെ ചിന്ത കാരണമാണ് അവരുടെ ലൈഫിൽ മാറ്റം വരാത്തത്. വർഷങ്ങൾക്ക് മുമ്പ് ഒരു ചെറുപ്പക്കാരൻ, അവന് വലിയ വലിയ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. അവന്റെ ലൈഫിലെ ഏറ്റവും വലിയ ആഗ്രഹം, എനിക്ക് സൂപ്പർ സക്സസ്ഫുൾ ആകണം, എന്റെ പേരൻസ് എന്നെ ഓർത്ത് അഭിമാനിക്കണം. അങ്ങനെ ഇവൻ ആ വലിയ സ്വപ്നങ്ങളുമായി നടന്നു. പക്ഷേ അവൻ പ്രതീക്ഷിച്ചതുപോലെ ഒന്നുമായില്ല അവന്റെ ജീവിതം. അവൻ ബിസിനസ്സിൽ തുടരെ തുടരെ പരാജയപ്പെട്ടുകൊണ്ടിരുന്നു. അവന് പണം നഷ്ടപ്പെട്ടു. ആളുകൾ അവനെ നോക്കി കളിയാക്കി ചിരിക്കാൻ തുടങ്ങി. ഇങ്ങനെയൊക്കെ ഒരു നെഗറ്റീവ് സാഹചര്യം വന്നപ്പോ അവന്റെ മനസ്സിൽ നെഗറ്റീവ് ചിന്തകൾ മുളപൊട്ടാൻ തുടങ്ങി. നെഗറ്റീവ് ചിന്തകൾ അവന്റെ മനസ്സിലേക്ക് വരാൻ തുടങ്ങി. അവൻ നിരന്തരം ചിന്തിച്ചു, എനിക്ക് സക്സസ്ഫുൾ ആകാൻ പറ്റില്ല, എനിക്ക് സക്സസ് വിധിച്ചിട്ടില്ല. ദിവസവും അത് തന്നെ അവൻ ചിന്തിച്ചു കൊണ്ടേയിരുന്നു. ആവർത്തിച്ച് 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 അവൻ അത് തന്നെ ചിന്തിച്ചു. ആ നെഗറ്റീവ് ചിന്ത വളരെ ശക്തമായി. അവന്റെ എനർജി ചേഞ്ച് ചെയ്യാൻ തുടങ്ങി. അവന്റെ ആത്മവിശ്വാസം പോയി. അവന്റെ മോട്ടിവേഷൻ തന്നെ നഷ്ടപ്പെട്ടു. അവൻ പുതിയ പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കുന്നത് പോലും സ്റ്റോപ്പ് ചെയ്തു. കാര്യം അവന്റെ ചിന്തകൾ മുഴുവൻ ഞാൻ പരാജയപ്പെടും എന്നുള്ളതായിരുന്നു. ഒരു ദിവസം രാത്രി അവൻ ഒറ്റയ്ക്കിരുന്ന് ഒരുപാട് കരഞ്ഞു. അവൻ അവന്റെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കി. എന്നിട്ട് അവൻ ചിന്തിച്ചു, ഇത് എന്റെ വിധിയാണ് ഇങ്ങനെയൊക്കെ അനുഭവിക്കുക എന്നുള്ളത്, വിജയിക്കണം എന്നുള്ളത് എന്റെ ആഗ്രഹമായിരുന്നു, പക്ഷെ ഒന്നും എനിക്ക് പറ്റുന്നില്ല, തുടരെ തുടരെ പരാജയങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ ഒരു മൊമെന്റ് ഉണ്ടായിട്ടുണ്ടോ? ജീവിതം മടുത്തു, ജീവിതം മതിയാക്കാം എന്ന് തോന്നിയ നിമിഷം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ യെസ് എന്ന് കമന്റിലിടും. സ്വപ്നങ്ങൾ നഷ്ടപ്പെട്ട ദിവസം, നമുക്കൊരിക്കലും മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് തോന്നിയ ദിവസം, അല്ലെ? മിക്കവർക്കും ഇങ്ങനെയുള്ള അവസരങ്ങൾ ഉണ്ടാകാറുണ്ട് ജീവിതത്തിൽ. അപ്പൊ ആ രാത്രിയിൽ അവന്റെ ലൈഫിൽ അപ്രതീക്ഷിതമായി അത് സംഭവിച്ചു. ആ ഒരു വരി അവനെ ഭയങ്കരമായിട്ട് ടച്ച് ചെയ്തു. എന്തായിരുന്നു ആ വരി എന്നറിയാവോ? ലൈഫ് ഈസ് നോട്ട് ഹാപ്പനിങ് ടു യു, ലൈഫ് ഈസ് ഹാപ്പനിങ് ഫോർ യു. അവനത് വീണ്ടും വീണ്ടും വായിച്ചു. എന്നെ ദൈവം പരീക്ഷിക്കുകയാണ് എന്നുള്ള ചിന്ത അവൻ മാറ്റി. ദൈവം എന്നെ നല്ലതെന്തിനോ വേണ്ടി ഒരുക്കുകയാണ് എന്ന് അവൻ മാറ്റി ചിന്തിക്കാൻ തുടങ്ങി. ആ നിമിഷം ലൈഫിൽ അപ്പോഴും പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്, പക്ഷേ അവൻ അവന്റെ ചിന്ത മാറ്റി. ചിന്ത മാറ്റി കഴിഞ്ഞപ്പോ അവന്റെ ജീവിതം തന്നെ മാറി. അവൻ അവന്റെ പരാജയങ്ങളിലേക്ക് നോക്കാതെ, അവൻ അവന്റെ തടസ്സങ്ങളിലേക്ക് നോക്കാതെ അവൻ അവസരങ്ങൾ തേടാൻ തുടങ്ങി. അങ്ങനെ അവസരങ്ങൾ തേടാൻ തുടങ്ങിയപ്പോ പുതിയ പുതിയ ബിസിനസ് അവസരങ്ങൾ അവനിലേക്ക് വന്നു. അതിലൂടെ അവൻ സൂപ്പർ സക്സസ്ഫുൾ ആയി മാറി. നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടെ, ഈ ഒരൊറ്റ ചിന്ത നിങ്ങളുടെ ജീവിതം മാറ്റും. ഇത് മനസ്സിൽ റിപ്പീറ്റ് ചെയ്യുക. എവറിത്തിങ് ഹാപ്പനിങ് ഇൻ മൈ ലൈഫ് ഈസ് ഹെൽപ്പിംഗ് മീ ടു ഗ്രോ. അതായത് എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം
എന്നെ വളരാൻ സഹായിക്കുന്നു. എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം എന്നെ വളരാൻ സഹായിക്കുന്നു. എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം എന്നെ വളരാൻ സഹായിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ വരുന്ന തടസ്സങ്ങൾ, പ്രശ്നങ്ങളെല്ലാം നമ്മളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, നമ്മളെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല, നമ്മളെ പ്രിപ്പയർ ചെയ്യുകയാണ്. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരും, തടസ്സങ്ങൾ വരും. ലൈഫ് ഭയങ്കര, അതായത് ലൈഫിൽ ഒരു പ്രശ്നങ്ങളും വരാതെ ഇങ്ങനെ ഈസി പാത്ത് അല്ല ലൈഫ്. പലർക്കും പല പ്രശ്നങ്ങളും വരുമ്പോൾ പലരും ഇങ്ങനെ തളർന്നിരിക്കുന്നു നമ്മൾ കാണാറുണ്ട്. ഇനി എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റൂല, ഇനി എനിക്ക് ജീവിക്കേണ്ട, മടുത്തു, മതിയാക്കാം. ആ നെഗറ്റിവിറ്റിയിൽ നിൽക്കുമ്പോൾ നമുക്ക് നെഗറ്റീവ് ചിന്തകളെ വരുള്ളൂ. നമ്മുടെ ആ ചിന്തയൊന്ന് മാറ്റിയാൽ മതി. നമ്മുടെ ബ്രെയിൻ വളരെ പവർഫുൾ ആണ്. ബ്രെയിനിനകത്തൊരു റെറ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം ഉണ്ട്. നിങ്ങൾ എന്താണോ വിശ്വസിക്കുന്നത് അതിനുള്ള പ്രൂഫ് നിങ്ങളുടെ റെറ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം സെർച്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അതായത് ജീവിതം ദുസ്സഹമാണ്, ലൈഫിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, കഷ്ടപ്പാടാണ് എന്നാണ് നിങ്ങൾ നിരന്തരം ചിന്തിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ബ്രെയിൻ നിങ്ങളുടെ ലൈഫിലെ പരാജയങ്ങളുടെ നീണ്ട ലിസ്റ്റ്, അല്ലെങ്കിൽ ലൈഫ് ദുസ്സഹമാണ് എന്ന് കാണിക്കുന്ന നീണ്ട ലിസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തന്നുകൊണ്ടിരിക്കും. നേരെ മറിച്ച് നിങ്ങൾ വിശ്വസിക്കുകയാണ്, ഞാൻ എൻ്റെ ലൈഫിൽ അനുനിമിഷം വിജയിച്ചു കൊണ്ടേയിരിക്കുകയാണ്, ഞാൻ അനുനിമിഷം സൂപ്പർ സക്സസ്ഫുൾ ആയിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ ബ്രെയിൻ അവസരങ്ങളെ നിങ്ങൾക്ക് കണ്ടെത്തി തരും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ലോകത്ത് ഒരുപാട് മനുഷ്യരുണ്ട്. അവരുടെ ചിന്തകൾ വ്യത്യസ്തമാണ്, അവരുടെ റിസൾട്ടും വ്യത്യസ്തമാണ്. ചില രണ്ട് വ്യക്തികളെ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് രണ്ടുപേർക്കും ചിലപ്പോൾ ഒരേ സാഹചര്യമായിരിക്കും, പക്ഷെ അവർ രണ്ടുപേരും ചിന്തിക്കുന്ന രീതി വ്യത്യസ്തമായിരിക്കും. ഒരാള് ലൈഫിൽ പ്രശ്നം വരുമ്പോൾ അയ്യോ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് കരുതി അവര് മടി പിടിച്ചിരിക്കും. അടുത്ത ആള് എന്ത് പ്രശ്നം വന്നാലും ഞാൻ അതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോകും എന്ന് ചിന്തിക്കുന്നവൻ ജീവിതത്തിൽ വിജയിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയ മക്കളെ, എനിക്ക് കോവിഡിന്റെ സമയത്ത് എന്റെ ജോലി നഷ്ടപ്പെട്ടു. എനിക്ക് വലിയൊരു ഹെൽത്ത് ബ്ലെസ്സിങ്ങിലൂടെ കടന്നു പോകേണ്ടതായിട്ടൊരു അവസ്ഥ വന്നു. ഞാൻ കട്ടിലിൽ തളർന്നു കിടക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. അതുപോലുള്ള മോശം അവസ്ഥയിലൂടെ കടന്നുപോയ ഒരുപാട് പേരുണ്ട്. പക്ഷെ ആ ഒരു സമയത്ത് ഞാൻ ചിന്തിച്ചു, എന്റെ ലൈഫിൽ വന്ന ഈ പരീക്ഷണ ഘട്ടത്തിൽ ഞാൻ തളർന്നിരുന്നാൽ പറ്റില്ല. ഡോക്ടേഴ്സ് എല്ലാം വിധി എഴുതി, ഇംപോസിബിൾ ആണ്, ഇനി വീണ്ടും പരിപൂർണ ആരോഗ്യത്തിലേക്ക് എത്തുക എന്നുള്ളത് ഇംപോസിബിൾ ആണ്. എല്ലാ ന്യൂറോ സർജൻസും നോ എന്ന് പറഞ്ഞെടുത്ത് ഞാൻ ചിന്തിച്ചു, ഇല്ല, എനിക്ക് എങ്ങനെയെങ്കിലും എഴുന്നേക്കണം, എനിക്ക് നടക്കണം, എനിക്ക് ആരോഗ്യവതിയായിരിക്കണം എന്നുള്ള ആ ഒരു ചിന്ത നിരന്തരം ഞാൻ പരിപൂർണ ആരോഗ്യത്തിലിരിക്കുന്നതായിട്ട് ചിന്തിച്ച് അതിനോടൊപ്പം തന്നെ ആയുർവേദ ട്രീറ്റ്മെന്റും എടുത്തു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആ പരിപൂർണ ആരോഗ്യത്തിലേക്ക് എത്തുന്നത്. നേരെ മറിച്ച് ആ സമയത്ത് ഞാൻ എന്റെ മനസ്സിനെ തളർത്തിയിരുന്നെങ്കിൽ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇന്ന് ടീച്ചറമ്മയ്ക്ക് നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ എഴുന്നേറ്റിരുന്ന് സംസാരിക്കാൻ പറ്റുമോ? യാത്രകൾ പോകാൻ പറ്റുമോ? ലൈഫ് ആസ്വദിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ലൈഫിൽ ആ ഒരു സിറ്റുവേഷൻ വന്നപ്പോ ആ സാഹചര്യത്തിൽ പോസിറ്റീവായിട്ട് ചിന്തിച്ചത് കൊണ്ടാണ് ഇന്ന് അതിശക്തമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നത്. വെറുതെ പുസ്തകങ്ങൾ വായിച്ച് കുറെ അറിവുകൾ നിങ്ങൾക്ക് പറഞ്ഞു തരികയല്ല വീഡിയോസിലൂടെയും ക്ലാസ്സിലൂടെയും ഒക്കെ ഞാൻ ചെയ്തത്. സ്വന്തം ജീവിതത്തിൽ അതിനെ പകർത്തി ആ ജീവിതത്തില് ലഭിച്ച റിസൾട്ടുകൾ കാണിച്ചു തന്നുകൊണ്ടാണ് മക്കളെ ഫ്രം ബെഡ് റിഡൺ ടു സക്സസ്. എനിക്കത് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് പറ്റും എന്ന് പഠിപ്പിച്ചു തരുന്നത്. നമ്മുടെ സിൽവർ ക്ലാസ്സിൽ പങ്കെടുത്ത എത്രയോ സ്റ്റുഡൻസ് ആണ്. അവര് വീൽ ചെയറിൽ ഇരുന്നവര് ഇന്ന് എഴുന്നേറ്റ് നടക്കുന്നു, കട്ടിൽ തളർന്നു കിടന്നവര് ഇന്ന് പരിപൂർണ ആരോഗ്യത്തിൽ ജീവിക്കുന്ന, ഡിപ്രഷൻ ദിവസം 5ഉം 6ഉം ഗുളികകൾ കഴിച്ചുകൊണ്ടിരുന്നവര് ഇന്ന് അതൊന്നുമില്ലാതെ ഫുൾ ടൈം ഹാപ്പിനെസ്സിൽ ഇരിക്കുന്നു. എത്രയോ സക്സസ് സ്റ്റോറീസ് നമ്മൾ കേൾക്കുന്നതാണ്. അപ്പോ നമ്മൾ ലൈഫിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളെയൊക്കെ ഒന്ന് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, സക്സസ്ഫുൾ ആയിട്ടുള്ള ഓൺട്രപ്രണേഴ്സ്, ഗ്രേറ്റ് ലീഡേഴ്സിനെയൊക്കെ നോക്കുമ്പോൾ അവരുടെ ലൈഫിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അവരുടെ ലൈഫും പെർഫെക്റ്റ് ആയിരുന്നില്ല, അവർക്കും പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് വിമർശനങ്ങൾ നേരിടേണ്ടതായിട്ട് അവർക്ക് വന്നിട്ടുണ്ട്, ഒരുപാട് റിജക്ഷൻ അവരുടെ ലൈഫിൽ വന്നിട്ടുണ്ട്. പക്ഷേ അവർ ഉറച്ചു വിശ്വസിച്ചു, ലൈഫിൽ വരുന്ന പ്രശ്നങ്ങളെല്ലാം എന്നെ കൂടുതൽ 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 കരുത്തരാക്കും എന്നവർ വിശ്വസിച്ചു. നിങ്ങളിപ്പോ ലൈഫില് വളരെ മോശം സാഹചര്യത്തിലൂടെ ആയിരിക്കാം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ചിലര് നിങ്ങളെ ഭയങ്കരമായിട്ട് വേദനിപ്പിച്ചിട്ടുണ്ടാവും, ചിലര് നിങ്ങളെ ഭയങ്കരമായിട്ട് ചീറ്റ് ചെയ്തിട്ടുണ്ടാവും, നിങ്ങൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചവര് നിങ്ങളെ ഭയങ്കരമായിട്ട് വിഷമിപ്പിച്ച് നിങ്ങളുടെ ലൈഫിൽ നിന്ന് കടന്നു പോയിട്ടുണ്ടാവാം. എനിക്കും എന്റെ ലൈഫിൽ അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു.
ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തി. അവരെന്നിൽ നിന്നും സഹായം സ്വീകരിച്ചിട്ട് അവര് എന്നെ പറ്റി മറ്റുള്ളവരോട് മോശം പറഞ്ഞു നടക്കുന്നതായിട്ട് ഞാൻ അറിഞ്ഞു. സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് എന്താ തോന്നുക? അവരോട് ദേഷ്യവും വെറുപ്പും ഒക്കെ അല്ലെ. നമ്മൾ അവരോടുള്ള ദേഷ്യവും വെറുപ്പും കൊണ്ട് നടന്ന് നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ അവർക്ക് ഫോർഗീവ്നെസ് കൊടുക്കാം. ചിലപ്പോ ലൈഫിൽ നമ്മൾ ആഗ്രഹിച്ചതൊന്നും നേടാൻ പറ്റാതെ നമുക്ക് പോയ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. ശ്രദ്ധിച്ചു കേൾക്കും മക്കളെ. ഈ സാഹചര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ വരുന്നത് എന്തോ വന്നാലും മനസ്സിലാക്കേണ്ടത്, എന്ത് വന്നാലും അത് എന്റെ നല്ലതിനാണ്. നിങ്ങൾ ബുക്ക് എടുത്തിട്ട് നിങ്ങൾ ഇപ്പോൾ ലൈഫിൽ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം ഒന്ന് എഴുതി വെക്കുക. എന്നിട്ട് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക, ഈ പ്രശ്നത്തിന് എന്താണ് സൊല്യൂഷൻ? ഒന്ന് സ്വസ്ഥമായി ഇത് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ സൊല്യൂഷൻ കിട്ടും. ഈ സിറ്റുവേഷൻ എങ്ങനെയാണ് എന്നെ ശക്തനാക്കുന്നത് അല്ലെങ്കിൽ ശക്തിയാക്കുന്നത് എന്ന് നിങ്ങളൊന്ന് എഴുതി നോക്കിയാൽ നിങ്ങൾക്ക് ഒരുപാട് സൊല്യൂഷൻ കിട്ടും. നിങ്ങൾ സൊല്യൂഷനിലേക്ക് ഫോക്കസ് ചെയ്യുക, പ്രോബ്ലത്തിലേക്കല്ല ഫോക്കസ് ചെയ്യേണ്ടത്. നിങ്ങളുടെ ലൈഫിൽ വരുന്ന എല്ലാ ചലഞ്ചസിന് പിന്നിലും ഒരവസരം ഒളിച്ചിരിപ്പുണ്ട്. കുറെ നാൾ കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഒരു ദിവസം നിങ്ങൾ ഇങ്ങനെ ആലോചിച്ച് നോക്കുമ്പോ, നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോ ശരിക്കും നിങ്ങൾ ഇന്ന് എന്തോർത്താണോ വിഷമിക്കുന്നത് അതൊക്കെ നിങ്ങളുടെ നന്മയ്ക്കായിരുന്നു എന്ന് നിങ്ങൾക്ക് അന്ന് മനസ്സിലാവും. ഞാനിപ്പോ തിരിഞ്ഞു നോക്കുമ്പോ, പണ്ട് എനിക്ക് ജോലി നഷ്ടപ്പെട്ട സമയത്ത് ഞാൻ ഒരുപാട് കരഞ്ഞ് വിഷമിച്ച് ദൈവത്തെ പഴിച്ചു, ദൈവമേ നിനക്ക് പോലും എന്നെ വേണ്ട, നീ എന്നെ കളഞ്ഞിട്ടേക്കാണ്, എനിക്ക് ഇങ്ങനെ ഒരു സാഹചര്യം വന്നല്ലോ. ആകെ ഉണ്ടായിരുന്ന ഒരു 7,000 രൂപയുടെ സാലറി കിട്ടുന്ന ഒരു ജോലി, അതും പോയല്ലോ ദൈവമേ എന്ന് പറഞ്ഞാൽ ഒത്തിരി കരഞ്ഞ ദിവസങ്ങളുണ്ട്. പക്ഷെ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ സത്യം പറഞ്ഞ ജോലി നഷ്ടപ്പെട്ടത് എന്തുകൊണ്ട് നന്നായില്ലേ? അതുകൊണ്ടല്ലേ ഇന്ന് ലൈഫിൽ ഇത്രയും സൂപ്പർ സക്സസ്ഫുൾ ആയ ഒരു മൾട്ടി മില്യനെയർ ലെവലിലേക്ക് എത്താൻ പറ്റിയത്. അപ്പോ അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ദൈവം നമ്മളെ ഒരുക്കിയതാ മക്കളെ. അന്ന് നമുക്കത് സങ്കടമായിട്ട് തോന്നി, പക്ഷെ ഇന്ന് ചിന്തിക്കുമ്പോ അല്ലെ അതെല്ലാം നമ്മുടെ നന്മയ്ക്കായിരുന്നില്ലേ? അപ്പോ നിങ്ങൾ ഇന്ന് പേടിക്കുന്ന കാര്യങ്ങൾ, ഇന്ന് നിങ്ങള് ഭയങ്കര വിഷമിക്കുന്ന കാര്യങ്ങൾ എന്ത് തന്നെയാണെങ്കിലും കുറെ നാൾ കഴിഞ്ഞ് നമ്മൾ സക്സസ്ഫുൾ ആയി കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ അതൊക്കെ നമുക്ക് ഭയങ്കര കോമഡി ആയിട്ട് തോന്നും. അതൊക്കെ സംഭവിച്ചതെല്ലാം നല്ലതിനായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോ ജീവിതത്തിൽ ഇനി മുതൽ എന്ത് പ്രശ്നം വന്നാലും എന്റെ മക്കൾ എപ്പോഴും ചിന്തിക്കും, ഇതെല്ലാം എന്റെ നല്ലതിനാ, എന്റെ ലൈഫിൽ എന്ത് വന്നാലും അതെന്റെ നല്ലതിനാ. ദൈവം ഒരിക്കലും നിങ്ങളെ കൈവിട്ടിട്ടില്ല, ദൈവം എപ്പോഴും കൂടെയുണ്ട്. ആ സാഹചര്യങ്ങൾ വരുമ്പോൾ തളരരുത്. അപ്പോഴോർക്ക ഓക്കെ, ഇനി എനിക്ക് എന്തോ നല്ലത് വരാൻ പോകുന്നു. നമ്മൾ കൂടുതൽ ഈ സ്വർണം കണ്ടിട്ടില്ലേ, തീയിലിട്ട് ഇങ്ങനെ ഉരുക്കി എടുക്കുമ്പോഴാണ് സ്വർണം അത് പ്യോർ ആകുന്നത്. ഇതുപോലെ അനുഭവത്തിന്റെ തീച്ചുളയിലൂടെ നമ്മളിങ്ങനെ കടന്നുപോയി വരുമ്പോഴാണ് നമ്മൾ ഏറ്റവും നല്ല മനുഷ്യരായി മാറുന്നത്. പലരും എന്നോട് ചോദിക്കാറുണ്ട്, ടീച്ചർമ്മയ്ക്ക് എങ്ങനെയാ ഞങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നത്, എങ്ങനെയാണ് ഓരോരുത്തരെയും മനസ്സിലാക്കാൻ പറ്റുന്നത്? അപ്പൊ ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട് മക്കളെ, എല്ലാ ഏരിയാസിലും, ഹെൽത്തിലും റിലേഷൻഷിപ്പിലും കരിയറിലും മണിയിലും ഹാപ്പിനെസ്, എല്ലാ ഏരിയാസിലും ലൈഫിൽ അത്രത്തോളം പ്രശ്നങ്ങളിലൂടെ കടന്നുപോയ വ്യക്തിയെ ഞാൻ. എല്ലാം അനുഭവിച്ചു, ജീവിതത്തിന്റെ എല്ലാ പച്ചയും അനുഭവിച്ച് അങ്ങ് സ്വർഗലോകത്ത് പോയിട്ട് തിരിച്ചു വന്ന വ്യക്തിയാണ് ഞാൻ. കാര്യം അത്ര വേദന ഞാൻ അനുഭവിച്ചിട്ടുള്ള വേദന അത്രത്തോളമാണ് എല്ലാ രീതിയിലും. അപ്പോ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ, ഹെൽത്ത് ഇഷ്യൂസിൽ അനുഭവിച്ച വേദന, അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു പ്രശ്നങ്ങൾ അനുഭവിച്ചത് കൊണ്ട് തന്നെ മക്കളെ നിങ്ങളുടെ പ്രശ്നങ്ങൾ എനിക്ക് മനസ്സിലാവും, നിങ്ങളുടെ വേദനകൾ എനിക്ക് മനസ്സിലാവും. അതുകൊണ്ടാണ് വീഡിയോയിലൂടെയും ക്ലാസ്സുകളിലൂടെയും ഒക്കെ ഞാൻ നിങ്ങളെ അനുനിമിഷം ഇൻസ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെ വേദനിപ്പിക്കുകയും നിങ്ങളെ വിഷമിപ്പിക്കുകയും നിങ്ങൾ മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞു പരത്തിയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. നിങ്ങൾ അവരിലേക്കും ഇവരിലേക്കും ഫോക്കസ് ചെയ്ത് നിങ്ങളുടെ മനസ്സമാധാനവും സന്തോഷവും കളയരുത്. നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്ന ആ മോശം അനുഭവത്തെ നിങ്ങൾക്ക് വളരാനുള്ള ഇന്ധനമാക്കി മാറ്റണം. എന്നിട്ട് വളർന്ന് കാണിക്കണം. നിങ്ങളെ കളിയാക്കിയവരുടെ മുമ്പിൽ, നിങ്ങളെ കല്ലെറിയുന്നവരുടെയൊക്കെ മുമ്പിൽ ഉണ്ടല്ലോ, വിജയിച്ച് കാണിക്കണം. വിജയിച്ച് കാണിച്ചില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യം? വാശി വേണം. മറ്റുള്ള വ്യക്തികളോടല്ല, നമ്മുടെ ഇന്നലകളോട് നമുക്ക് വാശി വേണം. നമ്മൾ അനുഭവിച്ച കഷ്ടപ്പാടുകൾ, നമ്മൾ അനുഭവിച്ച ദുഃഖങ്ങൾ, നമ്മൾ അനുഭവിച്ച ദുരിതങ്ങൾ, ഇതെല്ലാം നല്ലതിന്. നിങ്ങളൊന്ന് ആലോചിച്ചു, നിങ്ങളുടെ ലൈഫിൽ എല്ലാം പെർഫെക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് വളരണം, വിജയിക്കണം എന്നൊരു ചിന്ത വരില്ല. എന്തുകൊണ്ടാ എനിക്ക് എപ്പോഴും വിജയിക്കണം എന്നുള്ളൊരു ചിന്ത വരുന്നത്? ഞാൻ അനുഭവിച്ച കഷ്ടപ്പാട്, ലൈഫിൽ അത്രത്തോളം ദുഃഖത്തിലൂടെ ദുരിതത്തിലൂടെ കടന്നു പോയിട്ടുണ്ട്. പലരും ചവിട്ടി തേച്ചിട്ടുണ്ട്, കാർക്കിച്ചു തുപ്പിയിട്ടുണ്ട്. ലൈഫില് അനുഭവിക്കാൻ ഇനി ഒന്നും ബാക്കിയില്ല. അപ്പൊ അത്രയും കഷ്ടതയും ദുരിതവും അനുഭവിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ വിജയിക്കണമെന്നുള്ള ആ ഒരു ചിന്ത എന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നു.
അപ്പൊ ആ ഒരു വിജയിക്കണം എന്നുള്ള ആ ഒരു ചിന്ത, ആ ഒരു ബേണിംഗ് ഡിസയർ, അതാണ് ഓരോ നിമിഷവും എനിക്കുള്ള ഇന്ധനം. അപ്പൊ എന്റെ ലൈഫിലെ മോശം സാഹചര്യങ്ങളാണ് എനിക്ക് മുന്നോട്ട് പോകാനുള്ള ഇന്ധനം. ഇപ്പോഴും സാഹചര്യങ്ങളെല്ലാം പെർഫെക്റ്റ് ആയിട്ടല്ല ടീച്ചറമ്മ ചിരിച്ച് സന്തോഷവതിയായിരിക്കുന്നത്. ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോഴും ഉണ്ട്. നമ്മൾ എല്ലാവരെയും ആത്മാർത്ഥമായി സ്നേഹിക്കും, എല്ലാവർക്കും എല്ലാം ചെയ്തു കൊടുക്കുകയും ചെയ്താൽ തിരിച്ച് മറ്റുള്ളവർ നമുക്ക് തരണമെന്ന് നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല, അല്ലെ? അപ്പൊ പല വ്യക്തിത്വങ്ങളും പല സ്വഭാവക്കാരായിരിക്കും. അപ്പൊ നമുക്ക് പലർക്കും പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. പക്ഷെ ഇപ്പോഴും എത്ര മോശം സാഹചര്യങ്ങളാണെങ്കിലും മക്കളെ, ചെളിക്കുണ്ടിലാണ് താമര വിടരുന്നത്. ഈ പ്രശ്നങ്ങൾക്ക് നടുവിൽ നിൽക്കുമ്പോഴും നമ്മൾ നല്ല സന്തോഷത്തോടെ ധൈര്യമായിട്ട് മുന്നോട്ട് പോയിട്ട് നമ്മൾ വിജയിച്ച് കാണിക്കണം. ഒരിക്കലും മനസ്സിനെ തളർത്തരുത്. എപ്പോഴും മനസ്സിനെ ശക്തമാക്കിക്കൊണ്ടിരിക്കുക. എനിക്ക് വിജയിക്കണം, എനിക്ക് വിജയിക്കണം, എനിക്ക് വളരണം, ഞാൻ ആഗ്രഹിച്ചതെല്ലാം നേടും, ഞാൻ അതിശക്തമായിട്ട് മുന്നോട്ട് പോകും. നിങ്ങൾ ഒരിക്കലും തളരരുത്. നിങ്ങൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ടീച്ചറമ്മ വളർത്തുന്ന പുലിക്കുട്ടികളാണ് ഞങ്ങൾ, ഞങ്ങൾ അതിശക്തമായിട്ട് മുന്നോട്ട് പോകും. എന്നും എന്റെ മക്കള് ധൈര്യമായിട്ട് മുന്നോട്ട് പോകുക. വലത് കയ്യിൽ ഈശ്വരനും ഇടത് കയ്യിൽ ടീച്ചറമ്മയും പിടിച്ചിട്ടുണ്ട്. എപ്പോഴും നിങ്ങൾ സേഫ് ആണ്, പ്രൊട്ടക്റ്റഡ് ആണ്. ബ്ലെസ്സിങ്സ്. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. ലവ് യു ഓൾ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതുപോലെ ലൈഫിൽ ഒരുപാട് ദുഃഖത്തിലൂടെ ദുരിതത്തിലൂടെ കടന്നു പോകുന്നവർക്ക് ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ അടുത്ത വീഡിയോയ്ക്കായിട്ട് കാത്തിരിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് നല്ല നല്ല വീഡിയോസ് ഇനി വരുന്നതായിരിക്കും. ലവ് യു.